മയണൈസ് ഒക്കെ അൺഹെൽത്തി ആണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും ഒരു ഡിപ്പില്ലാണ്ട് നമുക്ക് കുബൂസും അറബിക് റൈസും കഴിക്കാനും പറ്റും. കുബൂസിന്റെയും അറബിക് റൈസിന്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഡിപ്പാണ് കേട്ടോ ഇത് ഹുമൂസ്. മയണൈസ് ഒക്കെ ഫേമസ് ആയ പോലെ നമ്മുടെ നാട്ടിൽ ഇത് അത്ര ഫേമസ് ആയിട്ടില്ല. ഇതിനു വേണ്ടി ആദ്യം തന്നെ വെള്ളക്കടല ഒരു 4 മണിക്കൂർ കുതിർത്ത് വെക്കുക. അതിലെ വെള്ളം ഒഴിവാക്കിയിട്ട് ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുഴുവൻ നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് തഹീനയാണ്. അതില്ലെങ്കിൽ വെളുത്ത എള്ളില്ലേ, അത് മിക്സിയിൽ അടിച്ച് പേസ്റ്റ് ആക്കി എടുത്താലും മതിയേ. അതൊരു 4 ടേബിൾ സ്പൂൺ ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒലീവ് ഓയിലാണ്. അത് മസ്റ്റാണ് കേട്ടോ. അത് നമുക്ക് സൺഫ്ലവർ ഓയിലോ വേറെ ഓയിലോ ഒന്നും വെച്ചാൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അതൊരു 1/2 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 5 6 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കി അടിച്ചിട്ട് വരിക. അപ്പോൾ നല്ല രീതിയിൽ അടിക്കുക. അപ്പോൾ ഈ ജാറിൽ നിങ്ങൾ കാണുന്നുണ്ടോ, നല്ല ക്രീമി ആയിട്ട് വന്നിട്ട് അതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കുക. അതാണ് കേട്ടോ അതിൻ്റെ സ്റ്റൈല്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് ചില്ലി പൗഡർ ഇങ്ങനെ വിതറി കൊടുക്കുന്നുണ്ട്. സെർവ് ചെയ്യുമ്പം 2-3 മല്ലിയിലയും കൂടെ വെച്ചിട്ട് സെർവ് ചെയ്യുക. ഹുമൂസിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ ഏതാണെന്ന് വെച്ചാൽ അത് കുബൂസ് തന്നെയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈസ്റ്റും മൈദയൊക്കെ പുതിയ തന്നെ എടുക്കാൻ നോക്കണേ, എന്നാലേ നമുക്ക് കറക്റ്റ് ഫെർമെൻ്റ് ചെയ്ത് കിട്ടും. 1/2 കപ്പ് പാലും 1/2 കപ്പ് വാം വാട്ടർ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഉണ്ടാക്കി വെച്ച ആ ഒരു മൈദയിലേക്ക് ഇതിങ്ങനെ കുറച്ച് കുറച്ചാക്കി ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന ആ ഒരു രീതിക്ക് കുഴച്ചെടുക്കുക. ഇതൊരു 4 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. 4 മണിക്കൂറിന് ശേഷം തുറന്നു നോക്കിയപ്പോൾ നന്നായിട്ട് ഫെർമെൻ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ആ പാത്രം നിറയെ പൊങ്ങി വന്നിട്ട്. ഇത് മെല്ലെ കുഴച്ചിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്ത് വെക്കുക. കുബൂസ് എത്ര വലുപ്പം വേണം ആ ഒരു രീതിക്ക് കണക്കാക്കിയിട്ട് ബോൾസ് ആക്കുക. എന്നിട്ട് ഓരോന്നും പരത്തിയിട്ട് കുബൂസിൻ്റെ വലുപ്പത്തിലേക്ക് പരത്തിയെടുക്കുക. കട്ടിയുള്ള കുബൂസ് ആണെങ്കിൽ കട്ടിയിൽ പരത്തണം, അല്ലെങ്കിൽ നൈസാക്കിയിട്ട് പരത്താം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ നൈസാക്കിയിട്ടാണ് പരത്തിയത്. ഒരു ഭാഗം കുറച്ചൊക്കെ പൊങ്ങി വരുന്ന സമയത്ത് അത് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ആ മറ്റേ സൈഡ് നന്നായിട്ട് പൊന്തി വരും. ആ പൊന്തി വരുന്നതിലാണ് കേട്ടോ നമ്മൾ കുബൂസിൻ്റെ ടേസ്റ്റ് എടുക്കുന്നത്. ഇവിടെ മക്കൾക്ക് ഹുമൂസ് ഉണ്ടെങ്കിൽ കുബൂസിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട, അത് മാത്രം കൂട്ടി കഴിച്ചോളും. നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കിയിട്ട് എന്താ അഭിപ്രായം എന്നുള്ളതൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലത്തെ സിമ്പിൾ റെസിപ്പീസിന് വേണ്ടി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.